Hello guys, welcome back to my YouTube channel. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ സൂപ്പിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഒരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ്, ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹോട്ടാണ്. പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ ബേ ലീഫ് വേണം, അനിയൻ വേണം, സെലറി ലീക്സ്, ഫ്ലവർ, ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ഗാർലിക്, refined oil, salt, pepper, little butter and peppercorns. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. അതിൽ ബട്ടർ കട്ട് വെച്ച് ബട്ടർ ഒഴിക്കുന്നു. അതിൽ നമ്മൾ ബേ ലീഫ് ഇടുന്നു, അനിയൻ ഇടുന്നു, ഒന്നുണ്ട് സെലറി ഇടുന്നു, ഒരു 2 കഷ്ണം ലീക്സ് ഇടുന്നു, കുറച്ച് ഗാർലിക് ഇടുന്നു, കുറച്ച് ചോപ്ഡ് ഒനിയൻ ഇടുന്നു. ഏതെങ്കിലും ഒരു ഒനിയൻ മതി തൽക്കാലം. ഞാൻ പിന്നെ 2 ഒനിയൻ വിട്ടതേ ഉള്ളൂ. ഓക്കെ, ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇപ്പോൾ ആ ഗാർലിക്കിൻ്റെയും ഒനിയൻ്റെയൊക്കെ സോട്ട് ചെയ്ത സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിലോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്കിതിലോട്ട് ഇനി നമുക്ക് ഇതിനകത്ത് റൂ ഉണ്ടാക്കണം. റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു 2 പെപ്പർകൂൺ ഇട്ടേക്കാം. പെപ്പർകൂൺ ഇട്ടു. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 2 സ്പൂൺ ഫ്ലവർ ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ സൂപ്പിനെ തിക്കാക്കുന്നത്. ഇതിപ്പം ബട്ടറും ഫ്ലവറോട് ചിലപ്പോൾ റൂ ആവും. ROUX റൂ, അതൊരു ഫ്രഞ്ച് ടൈമാണ്. അതാണ് ഫ്ലവറും ബട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് റൂ. കുറച്ചുകൂടി ഫ്ലവർ ആഡ് ചെയ്യാം. ഒരു 3 സ്പൂൺ, ഞാൻ 2 സ്പൂൺ ഇട്ടുള്ളൂ. 1 സ്പൂൺ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി അത് കരിഞ്ഞു പോകാൻ നോക്കണം. അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പം നന്നായിട്ട് സോട്ടയായി കഴിഞ്ഞു. അതിലോട്ട് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യണം. അപ്പം നന്നായിട്ട് അത് മിക്സായി കഴിഞ്ഞു. ഇനി അത് ബോയിലായിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ബോയിലായിക്കോട്ടെ. ഓക്കെ, നമ്മുടെ സൂപ്പ് ഏകദേശം ബോയിലിങ്ങിന് മുമ്പ് ഉള്ള പരുവത്തിൽ നിൽക്കുവാണ്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ആഡ് ലിറ്റിൽ സോൾട്ട്. ഒരു ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യണം. ഞാനൊരു 1/2 സ്പൂൺ ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്രഷ് ബ്ലാക്ക് പെപ്പർ കൂടെ ആഡ് ചെയ്യണേ. അതിപ്പം സൂപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ്സ് കൂടി ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ക്രീം ഉപയോഗിച്ച് പിന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഇവനെ ഫിനിഷ് ചെയ്യണം. ഫിനിഷിങ് ഇൻ ദ സെൻസ് നമുക്ക് അതിൻ്റെ സീസണിങ്സ് ചെക്ക് ചെയ്യുക, പിന്നെ അതിൽ ക്രീം ആഡ് ചെയ്യുക, നമുക്ക് റെഡി ടു സെർവ് ആക്കുക. ഓൾറൈറ്റ്, ഞാനിപ്പോൾ തൽക്കാലം ഇത് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ട് വേറൊരു വെസലിലേക്ക് ഞാൻ ഇവനെ മാറ്റുവാണ്. ഇനി അതേ വെസലിലേക്ക് നമ്മൾ തിരിച്ചു ഒഴിക്കുന്നു. നമ്മുടെ ചിക്കൻ സൂപ്പ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. അതിലോട്ട് ഞാനൊരു 3 സ്പൂൺ ക്രീം ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അതിൻ്റെ സീസണിങ്സ് ഒന്ന് ചെക്ക് ചെയ്യാം.
സീസണിങ്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 സ്പൂൺ ക്രീം കൂടെ ആഡ് ചെയ്ത് നമുക്ക് വേണേൽ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനത് ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു. ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണ്. ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പം ആ ബോണിൽ നിന്ന് നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ്. ഓക്കെ, അപ്പോൾ ആ ചിക്കനാണ് ഞാൻ സൂപ്പിൻ്റെ ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനിതിൽ സൂപ്പ് ഇതിലോട്ട് നമ്മുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു.